ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ഗായകൻ സലാം കോഴിക്കോടാണ്. ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സലാം. എന്തായി ഡ്രസ്? താങ്ക് യു സർ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ലിനൻ ആണല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കോമ്പിനേഷൻ. ചെറുപ്പമായല്ലോ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, സാറിനൊന്ന് ഹഗ് ചെയ്തോട്ടെ. ഒരു കാര്യം, എന്താ ഈ ഹഗിന്റെ ഒരു റീസൺ ഞാൻ പറയാം. ബിഹേവിങ്. നമ്മളെപ്പോലുള്ള ആളുകളെ ഇപ്പം ഇതിൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എന്നിൽ കൂടെ പറയുന്നത്. സാറിൻ്റെ നമ്മളോടുള്ള സംസാരവും എല്ലാം അതൊരു എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് യു. അല്ല, ഞാൻ സത്യം പറയാൻ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയാണ്. കാരണം ഇപ്പോഴും ഇവരൊക്കെ ഈ ശബ്ദം ഇത്രയും മാധുര്യമായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് എനിക്ക് അതിശയമാണ്. ഞാൻ അവിടെ നിന്ന് അതിശയപൂർവ്വമാണ് സലാമൊക്കെ കാണുന്നത്. കാരണം ഇവരൊക്കെ ഒരു സമയത്ത് വെട്ടിത്തിളങ്ങിയ, ഇപ്പം നേരത്തെ അൽഫോൺസ് പറഞ്ഞില്ലേ ഓരോ സ്റ്റേജ് കിട്ടാൻ കൊതിച്ചു എന്ന്. ഇവരെയൊക്കെ കാണാൻ കൊതിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട്. ഇന്ന് ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? ഞാൻ നൗഷാദ് സംഗീതം ചെയ്ത് ദ്വീപ് എന്ന ചിത്രത്തിൽ കടലെ നീലക്കടലെ ദീപാസ്കര മാഷ് എഴുതിയ എൻറ്റയർലി ഡിഫറെന്റ് ഒരു സോങ് ആണ്. പ്ലീസ്. കടലേ നീലക്കടലേ കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ? കടലേ നീലക്കടലേ. ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകളുണ്ടോ? ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകളുണ്ടോ? കടലേ നീലക്കടലേ. താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു. താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു. ആരോ മലാളെ ആരോ മലാളെ അരികിലിരുന്നത് പാടിത്തരുവാൻ. ആരോ മലാളെ ആരോ മലാളെ അരികിലിരുന്നത് പാടിത്തരുവാൻ. ആരോ മലാളെ നീ വരുമോ? കടലല പാടി കരളും പാടി കഥനം നിറയും ഗാനങ്ങൾ. കടലല പാടി കരളും പാടി
ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ ആരോമലാളെ നീ എവിടെ ആകാശമകലെ ആശയുമകലെ ആരോമലാളെ നീ എവിടെ ആരോമലാളെ നീ എവിടെ കടലേ നീലക്കടലേ നിന്നാത്മാവിലും നേറുന്ന ചിന്തകളുണ്ടോ നേറുന്ന ചിന്തകളുണ്ടോ കടലേ നീലക്കടലേ. താങ്ക് യു സർ. തലത് മെഹ്മൂദ് സാബിന്റെ ഒരു സാമ്യമുണ്ട്. അദ്ദേഹം പാടിയിരിക്കുന്ന ഒരു കൂടുതൽ വിബ്രാറ്റോ ഉണ്ടല്ലേ? അതെ സർ. അത് നമുക്ക് ആർക്കും ഇതിന്റെ വിബ്രോട്ടാണ് മെയിൻ. കടലല പാടി കടലും പാടി, പക്ഷെ അതിന്റെ ഒരു ഭംഗി വേറെ. അതെ അതെ. ഇന്ന് സലാമൊക്കെ പാടിയത് നല്ല സുഖമായിരുന്നു അല്ലേ? സ്മൂത്ത് സിംഗിങ് മാത്രമല്ല കുറച്ച് ഇംപ്രവൈസ് ചെയ്ത് കേട്ടോ, അത് നന്നായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സംഗതികളും ശ്രുതി See the voice. അതെ.